ഭാര്യയെ പോലീസുകാരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാവുക ഭാര്യയുടെ മഞ്ഞത്തുണിയും ധരിച്ചിട്ട് ആ ഓപ്പോസിറ്റ് പാർട്ടിയിലെ പെണ്ണാണ് ഇറങ്ങി വന്നത്, ഭാര്യയല്ല. കിഡ്നാപ്പർ ആളുമിടുക്കനാ, ഇവൻ പറയുന്ന എല്ലാം സത്യമല്ല എന്നുള്ളത് അവനും അറിയാം. ഭാര്യ ഇവിടെ പിടിച്ചു വെച്ചാൽ മാത്രമേ ഇവന്റെ കളി നടക്കുള്ളൂ. തന്റെ ഭാര്യ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഹീറോ അവനെ ചീത്ത പറയുന്നുണ്ട്. കിഡ്നാപ്പർ, സ്ത്രീകൾ രണ്ടുപേരും ഒരുപോലെയല്ലേ, ഏത് പെണ്ണായാലും എന്താ, ഒരാളുടെ ജീവൻ ഞാൻ തിരിച്ചു തന്നില്ലേ, സന്തോഷത്തോടെയല്ലേ നീ ഇത് കാണേണ്ടത്, എന്നോട് ദേഷ്യപ്പെടുക, ഞാൻ പിന്നെ പിണങ്ങൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ പണമായിക്ക് ഒരു ഹോസ്റ്റേജിനെ ഞങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ട്. നിനക്ക് മനസ്സിലായോ ലിറ്റിൽ വിങ്സ് ഞാൻ പറയുന്നത് എന്നയാൾ പറയും. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുക. ഹീറോയെ ലിറ്റിൽ വിങ്സ് എന്ന് വിളിച്ച പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അയാളിപ്പോ ഫോഴ്സിലില്ല. സോ അവൻ തന്നെയാണ് ഈ കിഡ്നാപ്പർ എന്ന് ഹീറോയ്ക്ക് പിടികിട്ടി. ഇവര് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഇവന്റെ ഒപ്പം ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇവനേക്കാളും അടിപൊളി പെർഫോമർ ആയിരുന്നു അവൻ, അടിപൊളി സ്നൈപ്പർ ഷൂട്ടർ ആയിരുന്നു. ഒരു തവണ ഒരു ബസ് നിറയെ കുട്ടികളെ വെച്ച് ഒരു കില്ലർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അപ്പൊ നെഗോഷിയേറ്റർ ആയിട്ട് പോയത് ഹീറോയാണ്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഈ കില്ലറെ മനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കില്ലർ എങ്ങാനും ഹീറോയെ കൊന്നുകളഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ദൂരെ നിന്ന് ഈ വില്ലൻ സ്നൈപ്പർ ഷോട്ട് ചെയ്ത് ആ കിഡ്നാപ്പറെ വീഴ്ത്തും. പക്ഷെ അവൻ അറിയാതെ പോയൊരു കാര്യമുണ്ട്, ഈ കിഡ്നാപ്പറെ കയ്യിലൊരു ട്രിഗർ ഉണ്ടായിരുന്നു, ഒരു ഗ്രനേഡിന്റെ ട്രിഗർ. അത് അയാൾക്ക് വെടി കൊണ്ടപ്പോൾ നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിൽ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം മരണപ്പെട്ടു. അതൊരു വലിയ ഫെയിലിയറാ. അങ്ങനെ അവന്റെ മിസ്റ്റേക്ക് കാരണം ഇത്രയും പേര് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഫോഴ്സിൽ നിന്ന് അവനെ ഒഴിവാക്കി. പിന്നീട് അവനെ കണ്ടിട്ടേ ഇല്ല. കുറെ കാലം ജയിലിലും ഉണ്ടായിരുന്നു. അവൻ ഈ പറ്റിയ അബദ്ധം ഞാൻ കാരണമാണെന്ന് എപ്പോഴും അവൻ എന്നെ പഴി പറയും. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമായിരുന്നു അത്. എങ്ങനെയാണത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എന്റെ കുറ്റം കൊണ്ടല്ല, പക്ഷെ മുഴുവൻ എന്റെ കുറ്റമാണെന്നാണ് അവൻ വിചാരിച്ചത്. പിന്നീട് ഞങ്ങൾ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ആ സമയത്ത് ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് സെക്യൂരിറ്റിയുടെ ഹെഡായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. അത് മറ്റാരുമല്ല, ഫ്രാൻസിസ്കോ അറൈസ, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. പണ്ട് ഇയാൾ ഫോഴ്സി ഉണ്ടായിരുന്നപ്പം പുറത്താക്കിയത്. ഹീറോ പറയും, അതെന്റെ പഴയ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ തലവനെ ജീവനോടെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ചില അഡ്ജസ്റ്റ്മെന്റുകൾ അവനോട് ചെയ്താൽ മതി, അവനെ മനിപ്പുലേറ്റ് ചെയ്താൽ മതി, അതെന്നെ കൊണ്ട് കഴിയും, എനിക്ക് കുറച്ച് സമയം തരൂ, ഞാനത് നടപ്പിലാക്കാമെന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പൊ ഈ തലവന്മാരാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, പ്രസിഡന്റിന്റെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ നേരത്താണ് നമ്മുടെ എതിർ പാർട്ടിക്കാരി പുറത്തേക്ക് വരുന്നത്. ഹീറോ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് ഇവരെ കയ്യിലൊരു രേഖാചിത്രവും പിന്നെ ആ വില്ലന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്ത് ഇതിലാരാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് ചോദിക്കും. വില്ലന്റെ ഫോട്ടോ കാണിച്ച് ഇയാളാണെന്ന് ആ ലേഡി പറയുന്നുണ്ട്. അപ്പൊ ഹീറോ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി കരഞ്ഞിട്ട് പറയാ, ഒരു മീറ്റിങ്ങിൽ വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയത്, ഒരുപാട് സംസാരിച്ചു, അങ്ങനെ ഒരുപാട് ചാമാണ്, മനസ്സിൽ കുറെ സ്നേഹമുള്ള മനുഷ്യൻ, എന്റെ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ കൊടുത്തുപോയി, പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഞങ്ങളെ പാർട്ടി വക മുറിയാതെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ആ മുറിയിൽ കണ്ടുമുട്ടി ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കും, താൻ പ്രസിഡന്റിന്റെ എതിർ പാർട്ടിക്കാരിയാണല്ലോ, പിന്നെന്താ അങ്ങേരുമായിട്ടൊരു കൊളാബറേഷൻ സംസാരം? അതിനാ പെണ്ണ് പറയാ, ഒരു വീട്ടിൽ നിന്ന് 2 പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരില്ലേ, അതുപോലെയാണിതെന്ന്. അതിലെവിടേക്കും ഒരു വാസ്തവം ഉള്ളതുപോലെ എന്റെ ഈ വേഷം വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്, എല്ലാം ദൈവത്തിനറിയാം. ഹീറോ പറയും, എല്ലാം ദൈവത്തിനറിയാം, ദൈവത്തിലേക്ക് പഴിചാരി കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാമല്ലോ, നല്ലൊരു ഉപായാണത്. ഇപ്പൊ എനിക്കറിയേണ്ടത് താൻ എതിർ പാർട്ടിക്കാരി ആയതുകൊണ്ട് ഈ കിഡ്നാപ്പിൽ തനിക്കും പങ്കുണ്ടോ ഇല്ലയോ എന്നതാണ്. അത് ചോദിച്ച ഉടനെ ആ പെണ്ണ് ദേഷ്യപ്പെടാൻ തുടങ്ങും. അങ്ങേരെ കിഡ്നാപ്പ് ചെയ്തിട്ട് എനിക്കെന്താണ് ലാഭം? ഞങ്ങൾ തമ്മിലൊരു അഫയർ ഉണ്ട്, അത്രയേ ഉള്ളൂ, മറ്റൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. എന്റെ ഭർത്താവും കുഞ്ഞും വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എഴുന്നേക്കുന്നുണ്ട്. ഹീറോ, നിങ്ങളെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് പോകരുതെന്നും പറഞ്ഞ് ആ പെണ്ണ് ചീത്ത പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തും. ഇപ്പൊ വീണ്ടും കിഡ്നാപ്പറെ കോള് വരുന്നു. ലിറ്റിൽ വിങ്സ്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഹീറോ പറയും, എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. നിനക്ക് സംഭവിച്ച ദുരിതത്തിന് ഞാൻ ക്ഷമ പറയുന്നു, പക്ഷെ അതൊന്നും ഞാൻ കാരണമായിരുന്നില്ല, നീ തെറ്റിദ്ധരിച്ചാണ്. ഇപ്പൊ നീ ചോദിച്ചത് ഞങ്ങൾ തന്നു, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? കിഡ്നാപ്പർ പറയും, നിനക്ക് 20 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ എനിക്കൊരു പോളിഗ്രാഫ് വേണം, അതായത് നുണ പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മിഷ്യൻ, അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയും. ഈ നേരത്ത് പോലീസുകാര് ഈ കിഡ്നാപ്പറെ കടയൊക്കെ കണ്ടുപിടിച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് നാളായി അവൻ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിൽ ഹീറോയുടെ ഡീറ്റെയിൽസ്, ആ കാമുകി പെണ്ണിന്റെ ഡീറ്റെയിൽസ്, പ്രസിഡന്റിന്റെ വരവും പോക്കും എല്ലാം ഉണ്ട്. ഈ സമയത്ത് ഹീറോ പഴയ കൂട്ടുകാരന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചെകഞ്ഞു നോക്കും. അപ്പോൾ ഇവര് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്.
ഈ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടിയില്ല. ചികിത്സയ്ക്ക് പണമില്ലാത്തതുകൊണ്ട് നാട്ടുകാരോട് സഹായം ചോദിച്ച് ഇയാൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ പാവത്തുങ്ങൾക്ക് വിചാരിച്ചത്രയും പണം കിട്ടിയില്ല. സർജറി നടന്നതുമില്ല. ഭാര്യ 2021 മരണപ്പെടുകയും ചെയ്തു. അത് ജീസസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ആ ഹോസ്പിറ്റലിലേക്ക് പണം അയക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഹീറോ കിഡ്നാപ്പറെ വിളിച്ച്, നിന്റെ ഭാര്യ മരണപ്പെട്ടത് എനിക്ക് അറിയില്ലായിരുന്നു, ഐ എം സോറി. നിനക്ക് സംഭവിച്ച ദുരന്തങ്ങൾ എനിക്ക് മനസ്സിലാകും. പക്ഷെ അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് സഹായകമാകും എന്ന് വിചാരിക്കരുത്. അത് വീണ്ടും എല്ലാവരെയും കുഴപ്പത്തിലാക്കേ ചെയ്യുള്ളൂ. അപ്പൊ ആ പഴയ കൂട്ടുകാരൻ, നിന്റെ സിമ്പതി എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഏർപ്പാടാക്കുക. ഇവിടെ മാസ്റ്റർ ഞാനാണ്. ഞാൻ എന്താണോ ചോദിക്കുന്നത് അത് ചെയ്യാൻ മാത്രമേ നിനക്ക് കഴിയുള്ളൂ. ആ സ്ഥാനം മാത്രമേ നിനക്കുള്ളൂ. ഹീറോ ഉടനെ തലവന്മാരെ വിളിച്ച് ആ കിഡ്നാപ്പർ പോളിഗ്രാഫ് ചോദിച്ചു എന്ന് പറയും. എന്നാൽ തലവന്മാര് അവൻ ചോദിക്കുന്ന എല്ലാം കൊടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പോളിഗ്രാഫ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ നേരം ഹീറോയിൻ ഈ കിഡ്നാപ്പർ ഹീറോയുടെ പഴയ കൂട്ടുകാരനാണെന്നും അയാളുടെ ഭാര്യ മരണപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കും. പുള്ളിക്കാരി കരഞ്ഞ് അവനോട് സോറി പറയാണ്. നിനക്ക് സംഭവിച്ച ദുരിതം ഞങ്ങളെയും വിഷമത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ എന്നെ കൊല്ലുന്നത് കൊണ്ടോ എന്റെ ഭർത്താവിനോട് റിവെഞ്ച് ചെയ്തതുകൊണ്ടോ നിനക്കൊരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം അത്ര ക്രൂരനല്ല. ഈ ജീവിതകാലം അത്രയും ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടിയിട്ടും എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടും. പലപ്പോഴും ഞാനത് മനസ്സിലാക്കാതെ പോയി. ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടേക്കോ. നിനക്കെതിരെ ഒരിക്കലും ഞാൻ സംസാരിക്കില്ല. ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. എന്റെ ഭർത്താവിനെ നീ ഉപദ്രവിക്കരുത്. ഇത് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയുടെ മോള് ഹീറോയെ വിളിക്കുക. ഡാഡി എന്താ വീട്ടിലേക്ക് വരാത്ത? ഇന്ന് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇന്നല്ലല്ലോ ആനിവേഴ്സറി. കള്ളം പറയാനോ ഡാഡി എന്ന് മോള് ചോദിക്കും. അപ്പ പറയും, മോളെ ഇന്ന് ഞാനും അമ്മയും കണ്ടുമുട്ടിയ ദിവസമാണ്, അതിന്റെ ആനിവേഴ്സറിയാ. അമ്മ ഇത്തിരി വഴക്കാളിയാണല്ലോ. ഈ ആനിവേഴ്സറി ആഘോഷിച്ച് അമ്മയെ കൂളാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്നെയും കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ എന്ന് മോള് ചോദിക്കും. ഹീറോ കരഞ്ഞുകൊണ്ട്, മോളുടെ സ്കൂള് മിസ്സാവില്ലേ, അതുകൊണ്ടോ കൊണ്ടുവരാത്ത? ഈ വീക്കെൻഡിൽ ഉറപ്പായിട്ടും നമുക്ക് പുറത്തു പോവാം എല്ലാവരും ഒരുമിച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ അമ്മയെ പഴയ അമ്മയായിട്ട് കൊണ്ടുവരും, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്തിട്ട് അവന്റെ കൂട്ടുകാരനോട് പറയാണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ഭാര്യയെ ജീവനോടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ഇനി ആര് പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. എനിക്ക് അവളുടെ ജീവൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹീറോ അവരുടെ കയ്യിലുള്ള പോളിഗ്രാഫ് അത് ഈ പോലീസുകാരോ തലവന്മാരോ അറിയാതെ പിസയുടെ പെട്ടിയിൽ വെച്ച് ഈ വില്ലന് കിഡ്നാപ്പറിന് കൊടുത്തുവിടുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ആ ട്രെയിനറോട്, നീക്കോ എന്തെങ്കിലും ചെയ്ത് നമുക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ ആ ട്രെയിനർ എഴുന്നേറ്റ് കയ്യിലെ കെട്ട കഴിച്ചിട്ട് പറയും, നീ വിചാരിക്കുന്ന നീക്കോ അല്ല ഞാൻ, ഈ കിഡ്നാപ്പർ അളിയനാണ് ഞാൻ. കിഡ്നാപ്പറെ ഭാര്യ മരണപ്പെട്ടില്ലേ, ആ ഭാര്യയുടെ സഹോദരനാണ് അവൻ. ഹീറോയുടെ ഭാര്യയെ പറ്റിക്കാൻ വേണ്ടി അവൻ ട്രെയിനറായിട്ട് വന്നതായിരുന്നു. ഇതൊന്നും അവൾ അറിഞ്ഞില്ല. ഈ നേരമാണ് ഹീറോ കിഡ്നാപ്പറെ വിളിച്ച്, നീ ചോദിച്ച പിസ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയേണ്ടത് എന്റെ ഭാര്യ ജീവനോടുണ്ടോ ഇല്ലയോ എന്നാണ്. എനിക്ക് അവളോട് സംസാരിക്കണം എന്ന് പറയും. ഇയാള് ഭാര്യയ്ക്ക് നേരെ വയർലെസ് കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡ് നിനക്ക് സംസാരിക്കാന്ന് പറയും. അപ്പൊ ഹീറോയിൻ, ഞാൻ ജീവനോടെ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അതേപോലെ എന്റെ അങ്കിൾ എസ്തബൻ, അദ്ദേഹത്തെയും നീ നന്നായിട്ട് നോക്കണം എന്നൂടെ പറഞ്ഞ് ആ ഡയലോഗ് തീർക്കും. അപ്പോഴേക്കും അയാൾ വയർലെസ് മാറ്റി. ഇപ്പൊ പിസ വരുന്നുണ്ട് അവരുടെ മുറിയിലേക്ക്. ഹീറോയിനെ കൊണ്ടാണ് അത് എടുപ്പിക്കുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് ഈ പോളിഗ്രാഫ് ഉണ്ടാവും. ഈ കിഡ്നാപ്പർമാര് ആ പോളിഗ്രാഫ് ഈ പ്രസിഡന്റിൽ ഘടിപ്പിച്ചിട്ട് മൊബൈൽ ക്യാമറ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങൾക്ക് വാക്ക് തന്ന് ചെയ്യാതെ പോയ കാര്യങ്ങളും അങ്ങേര് ചെയ്ത കറപ്ഷനും ഞാനിപ്പോൾ പോളിഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് പ്രസിഡന്റിന് വീണ്ടും ഷോക്ക് കൊടുത്ത് എതിർത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവനെ ആക്കിയതിനു ശേഷം ഇയാൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. സത്യം പറ, ചെറുപ്പ കാലഘട്ടത്തിൽ തനിക്ക് എന്താകാനായിരുന്നു ആഗ്രഹം? അയാൾ പറയും, ഒരു പവർഫുൾ മാൻ ആവാൻ. അതാണ് അയാൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് വെട്ടിപ്പിടിക്കുകയാണ് ചെയ്ത്. ഇപ്പൊ ഇവിടെ സഭാ മീറ്റിംഗിൽ ബാക്കിയുള്ള തലവന്മാർ ഒരു കൺക്ലൂഷനിലെത്തും. ഇപ്പൊ 3 വഴികളേ ഉള്ളൂ. ഒന്ന്, വർത്താനം പറഞ്ഞ് ആ കിഡ്നാപ്പർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ജീവനോടെ ഇയാളെ പുറത്തു കൊണ്ടുവരാം. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. രണ്ടാമത്, ഫോഴ്സ്ഫുള്ളി ഇടിച്ചകത്ത് കയറി ചില ഗുരുതര പരിക്കുകളോടെ പ്രസിഡന്റിനെ വീണ്ടെടുക്കുക. മൂന്നാമത്, ഫോഴ്സ്ഫുള്ളി അകത്ത് കയറുമ്പോൾ കൊല ചെയ്യപ്പെട്ട പ്രസിഡന്റിനെ പുറത്തേക്ക് എടുക്കുക. ഇതിൽ രണ്ടാമത്തെ കാര്യം, പരിക്കുകളോടെ പ്രസിഡന്റിനെ പുറത്തെടുക്കുന്നതിനേക്കാളും നല്ലത് പുള്ളിക്കാരൻ മരണപ്പെട്ട് ഇവർക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് നാട് മൊത്തം വലിയ സിമ്പതി ക്രിയേറ്റ് ചെയ്യും. ഇവരെ പാർട്ടിക്ക് പിന്നെയും പേരാ, എല്ലാ കാലത്തും നല്ല പേരായിരിക്കും. ഇപ്പൊ സെക്രട്ടറി ആയിട്ടുള്ള ഈ വലിയ ലേഡി അത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അതാണ് നല്ല വിദ്യ എന്നൊരാള് അഭിപ്രായം പറയുന്നുണ്ട്. ആ ലേഡിക്ക് പുളകം കൊള്ളും. എന്നാ പിന്നെ അങ്ങനെ ചെയ്താൽ പോരേന്നായിരിക്കും അവരുടെ വിചാരം. ഈ സമയത്ത് ഇവിടെ കിഡ്നാപ്പർ വീണ്ടും നമ്മുടെ തലവനെ ചോദ്യം ചെയ്യുക. താൻ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവരെന്താണ് പറഞ്ഞത്, തന്റെ അവസ്ഥ എന്താണ്? അയാൾ പറയും, ഡോക്ടർ പറഞ്ഞത് ഞാനൊരു നാർസിസിസ്റ്റ് ആണ്, അതേപോലെ എനിക്ക് സൈക്കോപാത്തിക് ട്രൈറ്റ്സും ഉണ്ട്, അതായത് ഒരു ഹിറ്റ്ലർ സ്വഭാവക്കാരൻ. അതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ലോകരാജ്യങ്ങളിലെ വലിയ നേതാക്കന്മാരൊക്കെ ഹിറ്റ്ലറുടെ സ്വഭാവക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതലും എക്സ്ട്രീം സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരിക.
ഇപ്പൊ കറപ്ഷൻ ചെയ്ത പണം കൊണ്ട് താൻ എന്തൊക്കെ മുതലാണ് വാങ്ങിച്ചതെന്ന് കിഡ്നാപ്പർ ചോദിക്കും. 2 വീട് മയാമിയിൽ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം പൊർത്തോ ബാനസിൽ, പിന്നെ ഒരു യാറ്റ്, ജെറ്റ്, സ്വിസ് ബാങ്കിൽ $120 മില്യൺ, അതേപോലെ പല കൺസ്ട്രക്ഷനിൽ നിന്നും 50-100 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ വിവരവും ഇയാൾ ക്ലീൻ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേട്ടതിന് ശേഷം കിഡ്നാപ്പർ സെക്രട്ടറിക്കും താൻ ചെയ്ത കറപ്ഷനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം മുഴുനീള കാരണക്കാരി അവളാണ് പ്ലാൻ ഇട്ട് തരിക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഹീറോ തലവന്മാരോട് പോളിഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങേരെ ജീവനോടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അവർ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് വില്ലൻ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെച്ച അളിയനെ റിലീസ് ചെയ്യുക. ഇവർക്കറിയില്ലല്ലോ അത് വില്ലന്റെ അളിയനാന്നുള്ളത്. ഹീറോ ഇപ്പൊ ഒരു ഹോസ്റ്റേജിനെ കൂടെ പുറത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ അയാളെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരിത്തിരി സമയം തായോ എന്ന് പറഞ്ഞ് സമയം ചോദിച്ച് അവനെ വിളിച്ചു വരുത്തുവാണ്. അവനോട് ചോദിക്കും കില്ലർ എങ്ങനെയാണ് പിടിച്ചോണ്ട് പോയെന്ന്. ഷോപ്പിങ്ങിന് പോയ സമയത്ത് പെട്ടെന്ന് ഇവര് കാറിലേക്ക് വലിച്ചിടുമായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഈ ഹോട്ടലിലേക്ക് എത്തി, എന്നെ കൊണ്ടുവന്നതിന് ശേഷമാണ് തന്റെ ഭാര്യ വിക്ടോറിയയെ കൊണ്ടുവന്ന്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും പുള്ളി. ഇത് കേട്ട് കഴിഞ്ഞ് ഹീറോ കിഡ്നാപ്പറെ വിളിച്ചു പറയും, വിൻസെന്റ് നിനക്കിനി 10 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ, കാരണം കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോയി. എത്രയും പെട്ടെന്ന് കമാൻഡോ പട നിന്റെ മുറിയിലേക്ക് ഇടിച്ചു കയറും. നീ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കുക. അപ്പൊ വില്ലൻ, നീ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ, ഇപ്പോഴും അതുപോലെ കയ്യും കെട്ടി നോക്കി നിന്നോ? എന്തായാലും പ്രസിഡന്റിനെ ഞാൻ ജീവനോടെ നിങ്ങൾക്ക് തരില്ല. ഇങ്ങനെ പറഞ്ഞ് വില്ലനും തിരിച്ചു വാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഹീറോ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം തല പുകഞ്ഞു നിൽക്കും. അപ്പോഴാണ് അവന് ഓർമ്മ വരിക, ഭാര്യ പറഞ്ഞിരുന്നു ടേക്ക് കെയർ ഓഫ് അങ്കിൾ എസ്തബൻ എന്ന്. അവൻ കൂടെയുള്ള പോലീസ് കൂട്ടുകാരിയോട് പറയും, ഞങ്ങളുടെ അങ്കിൾ എസ്തബൻ എപ്പോഴോ മരണപ്പെട്ടതാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ ഈ പോലീസുകാർ ചോദിക്കും, അങ്കിൾ എസ്തബൻ എങ്ങനത്തെ ആളായിരുന്നു? ഒരു 2 ഫേസ് ക്യാരക്ടർ ആയിരുന്നു, പച്ച കള്ളേ പറയുള്ളൂ, ചതിയനാണ്. അപ്പൊ ആ കൂട്ടുകാരി പോലീസ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ കൂട്ടുകാരനെ ഒന്ന് ഞോണ്ടി നോക്കിയാലോ, ചിലപ്പോൾ ഇവനെ തന്നെയായിരിക്കും അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പറഞ്ഞിട്ട് ഇവർ ആ കൂട്ടുകാരനെ കൊണ്ടുപോയി അവന് മയക്ക് സൂചിയും വെച്ച് അവനെ കുത്തിപ്പിടിച്ച് അവന്റെ ബോഡി എല്ലാം സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ ബട്ടക്സിനകത്ത് ഒരു മെമ്മറി കാർഡ് ഇവൻ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവർക്ക് കിട്ടും. അതെടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇവർ നേരത്തെ ഷൂട്ട് ചെയ്ത ആ പ്രസിഡന്റ് എല്ലാം കൺഫസ് ചെയ്ത് പറയുന്നതിന്റെ വീഡിയോ ആ മെമ്മറി കാർഡിലാണ് ഉണ്ടായിരുന്നത്. അത് ഇവരുടെ കയ്യിൽ കിട്ടി. ആ മെമ്മറി കാർഡ് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരാൾ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഇവനെ ഉപയോഗിച്ചതെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ വീഡിയോയില് സെക്രട്ടറിയാണ് എല്ലാത്തിനും കാരണം, അവൾ എന്നെക്കാളും വലിയ പുള്ളിയാണെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. സോ ഇവർക്ക് മനസ്സിലായി, ഗ്യാപ്പ് കിട്ടിയാൽ സെക്രട്ടറി പ്രസിഡന്റിനെ കൊന്നിട്ട് ആ ലേഡി പ്രസിഡന്റ് ആവാൻ ശ്രമിക്കും. അതിനാണ് അവർ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറയുന്നത്. ഇപ്പൊ ലൈവിൽ ആ ലേഡി വരുന്നുണ്ടാവും. ഹീറോ കൂട്ടുകാരൻ്റെ ആ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് പറയണ്ട, നിങ്ങൾ എനിക്ക് കുറച്ച് സമയം കവർ ചെയ്താ, അപ്പോഴേക്കും ഞാൻ കാര്യങ്ങൾ ശരിയാക്കാം, അവർ ആക്ഷൻ എടുക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് ഹീറോ ബിൽഡിങ്ങിന് മുകളിലേക്ക് ഓടിക്കയറും. ഇപ്പൊ സ്പോട്ടിലേക്ക് വന്ന സെക്രട്ടറി വയർലെസ് വാങ്ങിച്ചിട്ട് എല്ലാ പോലീസുകാരോടും, ഞാൻ ഇവിടുത്തെ കൺട്രോൾ ഏറ്റെടുത്തു, എത്രയും പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കയറണം, ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ കൂട്ടുകാർ പ്ലഗൊക്കെ വലിച്ച് ഇവരുടെ വിഷ്വൽ കട്ട് ചെയ്തു. ചോദിക്കുമ്പോൾ അത് വില്ലന്മാര് ചെയ്താണെന്നാണ് ഇവർ പറയുക. ഇവിടെ ഹീറോ കിഡ്നാപ്പറെ മുറിക്ക് അടുത്തേക്ക് ഓടി വന്നിട്ട് അവിടുത്തെ പോലീസുകാരോട്, ചാർലി എന്നെ അകത്തേക്ക് കയറ്റിവിട്, എനിക്ക് എൻ്റെ ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലടാ, ദയവ് ചെയ്ത് എന്നെ സഹായിക്കുന്നു പറയും. അതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണല്ലോ. അപ്പൊ അവർക്കും പാവം തോന്നി ഇവനെ കയറ്റിവിടാൻ അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിന് കാരണം എന്തേലും വേണ്ടേ? അതുകൊണ്ട് ഇയാൾ മോന്തെ കുത്താൻ പറയും. ഹീറോ ആഞ്ഞൊന്ന് കുത്തുന്നുണ്ട്, പക്ഷെ അവന്റെ കയ്യാ വേദനിക്കുക. പോലീസുകാരൻ ഒന്ന് മാറിപ്പോടാന്ന് പറഞ്ഞ് സ്വന്തം മോന്ത ചുമരി ഇടിച്ച് ചെളുക്കിയിട്ട് ഇവൻ അകത്തേക്ക് കയറിപ്പോകാൻ പറയും. അവനും അങ്ങനെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടുകാരി പോലീസ് ഹീറോനെ വിളിച്ചു പറയും, എനിക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല, പോലീസുകാർ എത്രയും പെട്ടെന്ന് അകത്തേക്ക് കയറാൻ വരുന്നു. അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്താണ് ഹീറോയുടെ അസിസ്റ്റന്റ്, അവൻ കുറെ നേരമായിട്ട് ജെല്ലി മുട്ടായി തിന്നുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷം അത് തിന്നിട്ട് അവനൊന്ന് ഇരുത്തി വായിച്ചു നോക്കും കവറ്. അപ്പൊ അതിൽ 57 ഗ്രാം കഞ്ചാവാണ്. ആ കഞ്ചാവാണ് അവൻ ചവച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം. ഈ സമയം ഹീറോ വില്ലന്റെ മുറിക്ക് അടുത്തേക്ക് വന്നിട്ട് പറയും, നിന്റെ വീഡിയോ ഞാൻ കണ്ടു, ആ മെമ്മറി കാർഡ് എന്റെ കയ്യിലാണ് ഉള്ളത്, എനിക്ക് നിന്നോട് സംസാരിക്കണം വിൻസെന്റ്. ആ വീഡിയോ എല്ലാവരും കാണണം, ഈ ലോകം അറിയണം. എനിക്ക് ആ പ്രസിഡന്റിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഭാര്യയെ മാത്രമാണ് വേണ്ടത്, എന്നെ ബന്ദിയായിട്ട് വെച്ചോ, എന്റെ ഭാര്യയെ വിട്ടേക്ക്. ഇപ്പൊ പോലീസുകാർ ഇടിച്ചകത്ത് കയറിയാൽ അവർ നിന്നെ ഇല്ലാതാക്കും, പിന്നെ നീ ആഗ്രഹിച്ച ഒന്നും നടക്കില്ല. എല്ലാവരും ചത്തതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തണമെങ്കിൽ, അതാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അകത്തേക്ക് വിട്. ബഡ്ഡി, നിനക്കെന്റെ മനസ്സറിയാം, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു നേരം ഹീറോ പറയുന്നത് കേട്ടിട്ട് ഹീറോയുടെ കയ്യിലാണ് മെമ്മറി കാർഡ്. അത് ഉറപ്പായിട്ടും പുറത്തു പോകണം, അതാണല്ലോ വില്ലന്റെ മിഷൻ. അവന് ഹീറോയെ വിശ്വാസമുണ്ട്. സോ അവൻ ഡോറ് തുറക്കും. തുറന്നുടനെ ഭാര്യ വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. അവർ തമ്മിൽ മറ്റ് സംസാരമൊന്നുമില്ല, രണ്ടുപേർക്കും പരസ്പരം അറിയാലോ. ഹീറോ ആ മെമ്മറി കാർഡ് അവളുടെ കൈ കൊടുത്തിട്ട്, ജീവൻ പോയാലും ഇതാർക്കും കൊടുക്കരുത്, ഞാൻ തിരിച്ചു വരും, നിനക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി,
ധൈര്യമായിട്ട് പോയിക്കോന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടിട്ട് ഇവർ ആ പ്രസിഡന്റിനെ എടുത്തുകൊണ്ട് വന്ന് ഒരു മൂലക്കിരുത്തും. അപ്പോഴേക്കും പോലീസുകാർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവർ ഇവരെ മുറിയിലേക്ക് പുക ഉണ്ടാക്കി ഇടാൻ തുടങ്ങി. ഹീറോ ഇപ്പോൾ പ്രസിഡന്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള എവിഡൻസ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവൻ എൻ്റെ കൂട്ടുകാരനാ, അവൻ ചതിക്കില്ല. താൻ അവനെ വെറുതെ വിടുകയാണെങ്കിൽ ഈ എവിഡൻസ് ഞങ്ങൾ പുറത്തറിയിക്കില്ല. ഒരു ചെറിയ കേസ് ഫയൽ ചെയ്തോ. ഇവൻ ആ മൊബൈൽ കുത്തിപ്പൊട്ടിച്ച് അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഇതാ തനിക്കെതിരെയുള്ള എവിഡൻസ് ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഒരു ഡീലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. തന്റെ സ്ഥാനം ആ സെക്രട്ടറി അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. തന്നെ കൊന്നുകളയാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. തന്റെ ജീവൻ ഞങ്ങൾ രക്ഷപ്പെടുത്തും, അതേപോലെ എന്റെ കൂട്ടുകാരന് ഒരു ഉപദ്രവമില്ലാതെ താനും രക്ഷപ്പെടുത്തണം. ഡീലാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയും. ഈ സമയത്ത് പോലീസുകാർ ഇടിച്ചകത്ത് കയറാൻ നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ കഞ്ചാവ് തിന്നവൻ നമ്മളൊക്കെ എത്ര സെൽഫിഷാ. എല്ലാ സമയത്തും കുറ്റവാളികളുടെ മനസ്സോ അവരെ കുടുംബത്തെയോ പറ്റി ചിന്തിക്കാതെ കളത്തിലേക്ക് ചാടി ഇറങ്ങി വെടിവെച്ച് കൊല്ലുക, ബോംബിട്ട് തകർക്കുക. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാരൻ ബെൻഡർ അവൻ ആർക്കും ഒരു പോറലും ഏൽക്കാതെ അവന്റെ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ മുന്നിൽ കൂടെ നടന്നുപോയി ആ കുറ്റവാളികളോട് സംസാരിച്ച് എത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിലും എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്താനാണ് നോക്കുക. ഇപ്പോഴും അവൻ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ മുറിക്കകത്തേക്ക് കടന്നുപോയി. നമ്മളോ സ്വാർത്ഥന്മാരായി ആ മുറിയിലേക്ക് ബോംബിട്ട് തകർത്ത് അവിടെയുള്ളവരെല്ലാം ഇല്ലാതാക്കാൻ നോക്കുന്നു. നമ്മുടെ കൂട്ടുകാരനെ മറക്കുന്നു. ഇതൊക്കെ മനുഷ്യത്വമുള്ള പ്രവൃത്തിയാണ്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? സ്വന്തം സുഹൃത്തിനോട് നീയൊക്കെ ന്യായം കാണിക്കുന്നുണ്ടോ? നല്ല തന്തയ്ക്ക് ജനിച്ചാണോടാ നീയൊക്കെ? ഇങ്ങനെയൊക്കെ പോലീസുകാരെ മിരട്ടി കരഞ്ഞിട്ട് ഇവൻ കഞ്ചാവ് നിന്ന് വർത്താനം പറയുക. പക്ഷെ സംഭവം വർക്കൗട്ടായി. പോലീസുകാരുടെ മനസ്സൊക്കെ മാറി. ആരും ആ മുറിക്കകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവരെല്ലാം പിൻവാങ്ങുവാണ്. ഈ സമയത്ത് പ്രസിഡന്റ് ഇവർക്കെതിരെ കാര്യമായ കേസൊന്നും ഫയൽ ചെയ്യില്ല. ഒരൊറ്റ വർഷ തടവിൽ ഇവരെ റിലീസ് ചെയ്യാം, എന്റെ ജീവൻ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ആ ഡീലിനെ ഉറപ്പിക്കും. എന്നാ പിന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുപോവാം, കൂട്ടുകാരൻ പിടികൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ പ്രസിഡന്റിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. കൂട്ടുകാരൻ പിടിയും കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ക്രിട്ടിക്കൽ അവസ്ഥയും വളരെ സ്മൂത്ത് ആയിട്ട് ഹീറോ ഹാൻഡിൽ ചെയ്തതിന് ശേഷം കൂട്ടുകാരനെ കണ്ണും കാണിച്ച് എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് കാറിന്റെ ഡിക്കിയിൽ നിന്ന് നമ്മുടെ സെക്യൂരിറ്റിയെ കിട്ടുക. അയാൾ എഴുന്നേറ്റ ഉടനെ ആരാടാ ജയിച്ചത്, റൊണാൾഡോ ആണോ മെസ്സി ആണോ എന്ന് ചോദിക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നാട് മൊത്തം കച്ചറയാ. ഏതോ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ആ വീഡിയോ റെക്കോർഡ് ചെയ്തതും പ്രസിഡന്റിന്റെ യഥാർത്ഥ മുഖം പുറത്ത് കാണിച്ചതും ഒരു പഴയ പോലീസുകാരനാണെന്നും പറഞ്ഞ് ആ പോലീസുകാരന്റെ മുഖം ടി-വിയിൽ കാണിക്കുന്നുണ്ട്. സോ ഹീറോ അവിടുന്ന് ഡീലൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ വൈറലാക്കിയെന്നാ തോന്നണേ. നാട്ടുകാർ പ്രസിഡന്റിനെ വലിച്ചു കീറി. നമ്മുടെ കൂട്ടുകാരൻ ജയിലിനകത്തും ഹീറോ ആയിട്ടുണ്ട്. അവന്റെ മുഖം മൂടിയും വെച്ച് നാട്ടിലെ ജനങ്ങളൊക്കെ പ്രക്ഷോഭം, അടിയും ബഹളവും. അധികം വൈകാതെ നമ്മുടെ തലവന്റെ പാർട്ടിയെല്ലാം തുടച്ചു നീക്കി അയാളെ പിടിച്ച് ജയിലിലേക്ക് അടച്ചു ഇവര്. ഈ നാസിസ്റ്റുകളുടെ അവസാനത്തെ അവസ്ഥകൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. ബി കെയർഫുൾ. അങ്ങനെ എല്ലാം വളരെ സമാധാനത്തോടെ അവസാനിച്ച സമയത്ത് ഹീറോ ഇനിയിപ്പോൾ നെഗോഷിയേറ്റർ ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യയോടൊപ്പം നാട്ടുകാർക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് 4, 3, 7 പേർക്ക് ക്ലാസ് എടുത്ത് വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ അവസ്ഥപ്പെടുമ്പോഴാണ് കൂട്ടുകാരൻ ജയിലിൽ നിന്ന് വിളിക്കുക. നീയും ഞാനും കൂടെ ചേർന്നിട്ട് പുതിയൊരു കൊള്ളപ്പരിപാടി നടത്തിയാലോ? നമുക്കൊരു മണി ഹീസ്റ്റ് തങ്കക്കൊള്ള നടത്താം, നമ്മുടെ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും. സമ്മതമാണോ കൂട്ടുകാര? ബിസ്ക്കറ്റ് നിന്നിട്ട് ഞാനത് ആലോചിക്കാം എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് നോൺ നെഗോഷ്യബിൾ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഹൊറർ പ്രേതവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലുമസ്.